ഹലോ എവരിവൺ, ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രധാനമായിട്ടുള്ള കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ടന്റ് ഇവയൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗ്രാഫ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് വേഴ്സസ് ഫാരൻഹീറ്റ്, ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. കൺവേർഷൻ ഓഫ് ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്, ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. തെർമൽ എക്സ്പാൻഷനെ കുറിച്ച് പറയും, ടൈപ്പ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് കണ്ടന്റിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പം ഈ ചാപ്റ്റർ പറഞ്ഞിട്ടില്ലേ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ, അല്ലെങ്കിൽ ഹീറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ ഹീറ്റ് എന്താണ്, അതുപോലെ ടെമ്പറേച്ചർ എന്താണ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ എന്താ നമുക്ക് ആദ്യം പറയാം അല്ലെ. ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് കോൾഡ്നെസ് ഓർ ഹോട്ട്നെസ് ഓഫ് എ ബോഡി അല്ലെ. എത്രത്തോളം ഒരു ബോഡി എന്ത് ചെയ്യാ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ തണുത്തിട്ടുണ്ട് എന്ന് പറയാം അല്ലെ. അതാണ് ശരിക്കും അതിന്റെ എന്ത് ചെയ്യാ ഹീറ്റ് എന്ന് പറയാം, ടെമ്പറേച്ചർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഇതിനാണ് എന്താ പറയാ, ടെമ്പറേച്ചർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് എന്താണ് അതിന്റെ യൂണിറ്റ് നോക്കാം. എസ് ഐ യൂണിറ്റ് എന്താ, ടെമ്പറേച്ചർ യൂണിറ്റ് എന്താ, ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കെൽവിൻ ആണ് അതിന്റെ എസ് യൂണിറ്റ് എന്ന് പറയാം. മറ്റ് യൂണിറ്റുകൾ എന്ത് ചെയ്യാം, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട് അല്ലെ. ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ്, അതൊക്കെ എന്ത് ചെയ്യുക ടെമ്പറേച്ചറിന്റെ മറ്റ് യൂണിറ്റുകളാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ യൂണിറ്റ് കെൽവിൻ ആണ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എന്താണെന്ന് പറയാം അല്ലെ. അപ്പൊ സപ്പോസ് ഹീറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹീറ്റ് ഈസ് എ മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ. ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യാം. അപ്പൊ സപ്പോസ് ഞാനിവിടെ എടുക്കുന്നത് ബോഡി എ എന്നുള്ള ബോഡിയുടെ ടെമ്പറേച്ചർ ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വേറൊരു ബോഡി കൺസിഡർ ചെയ്യാം, ബോഡി ബി. ഈ ബോഡി ബിയുടെ ടെമ്പറേച്ചർ ആണ് 50 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അത് എപ്പോൾ മാത്രമേ പോസിബിൾ ആവുള്ളൂ. സപ്പോസ് ഇവിടെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എത്രയാണ്, 100 മൈനസ് ഡിഗ്രി മൈനസ് 50 ഡിഗ്രി അല്ലേ. അപ്പൊ എത്ര കിട്ടുക, 50 ഡിഗ്രി ആണ് എന്ത് ചെയ്യാം നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ എപ്പോഴും ഒരു ബോഡി എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇതാണ് ശരിക്കും അവിടെ പറയാം ഹീറ്റ് എന്ന് പറയാം. എന്താണ് ഹീറ്റ് എന്ന് പറയുന്നത്, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആയിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹീറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ബിറ്റ്വീൻ 2 or more സിസ്റ്റംസ്. രണ്ടോ അതിലധികമോ സിസ്റ്റംസ് തമ്മിൽ എന്ത് ചെയ്യുക, എനർജി എക്സ്ചേഞ്ച് നടക്കുകയാണ് അല്ലേ. അതിനാണ് എന്ത് പറയാ, ഹീറ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. സപ്പോസ് ഇപ്പൊ നമ്മൾ രണ്ട് ബോഡീസ് തമ്മിൽ ഈ എനർജി എക്സ്ചേഞ്ച് നടക്കാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു ബോഡി ഉണ്ട്, ബോഡി എ. ഓക്കെ, അതാണ് ആ സിസ്റ്റം എന്ന് പറയാം, ഒരു സിസ്റ്റം. പിന്നെ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അറ്റ്മോസ്ഫിയർ. ഇതാണ് നമ്മളെ അറ്റ്മോസ്ഫിയർ എന്ന് പറയാം. ഓക്കെ, ഈ നമ്മുടെ സിസ്റ്റം സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് സിസ്റ്റം എടുത്താൽ അത് സിസ്റ്റം. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, പുറത്തുള്ളത് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയർ ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ എനർജി എക്സ്ചേഞ്ച് നടക്കും. ക്ലിയർ ആണല്ലോ. അറ്റ്മോസ്ഫിയറിലേക്ക് എനർജി എക്സ്ചേഞ്ച് നടക്കും. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യും, പാത്രത്തിൽ വെള്ളം ചൂടാക്കി മാക്സിമം ആയി എത്ര ഡിഗ്രി കിട്ടുക, 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ, ഈ ബോഡിയുടെ ടെമ്പറേച്ചർ. ഓക്കെ, അവിടെ ടെമ്പറേച്ചറിന്റെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 32 ഡിഗ്രി അല്ലേ, 32 ആണ് അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഈ അറ്റ്മോസ്ഫിയർ ആയിട്ട് എന്ത് ചെയ്യാം, ഇത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും അല്ലെ. കാരണം എന്താ, എവിടെയാണ് ഹീറ്റ് കൂടുതൽ, നമ്മൾ എടുത്ത സിസ്റ്റത്തിലാണ് അല്ലെ, ബോഡി എ എന്നുള്ള സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുക, ഹീറ്റ് കൂടുതൽ. അപ്പൊ കൂടിയ ഭാഗത്തിന്റെ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ഹീറ്റിന്റെ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 systems or systems and its surroundings by virtue of temperature difference. അതാണ് പറഞ്ഞത്, ടെമ്പറേച്ചർ ഡിഫറൻസിന് മാത്രം എന്ത് ചെയ്യുക, ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആവുള്ളൂ എന്നാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ എസ് ഐ യൂണിറ്റ് പറഞ്ഞില്ല, ഹീറ്റ് അതുപോലെ തന്നെ വർക്ക്. അതിന്റെ എസ് ഐ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ജൂളാണ്. എന്താണ്, ജൂളാണ്. ഓക്കെ, മറ്റ് കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ്
കലോറി കിലോ കലോറി. അപ്പൊ ഹീറ്റ് നമ്മൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ജൂൾ ആണെങ്കിൽ പിന്നെ ബാക്കി അതർ യൂണിറ്റുകൾ ഉണ്ട്, അതാണ് കലോറി കിലോ കലോറി എന്നൊക്കെ പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണെന്ന് ചോദിക്കാം. ഒരു കലോറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ 4.1 ജൂൾ. 4.1. അപ്പൊ ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.1 ജൂൾ ആണ് അല്ലേ. അപ്പൊ ഒരു കിലോ കലോറി എന്ന് പറഞ്ഞാൽ 1000 കലോറിയാണ്. ഒരു കിലോ കലോറി എന്ന് പറഞ്ഞാൽ 1000 കലോറിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.1 ജൂളാണ്. ഒരു കലോറി പറഞ്ഞാൽ 4.1 ജൂളാണ്. അങ്ങനെ തന്നെ പഠിക്കാം. ഒരു കിലോ കലോറി എന്ന് പറയുമ്പോൾ അത് 1000 ജൂളാണ് അല്ലെ. 1000 കലോറി, സോറി 1000 കലോറിയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. ഇപ്പോൾ ഒരു ബോഡി ടെമ്പറേച്ചർ നമ്മൾ പഠിക്കും അല്ലെ. ടെമ്പറേച്ചർ അതിന് മിനിമം ആണ് എപ്പോഴാണ്, മാക്സിമം ആണ് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും അതുപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും നമുക്ക് എന്ത് ചെയ്യാം എടുക്കുകയാണെങ്കിൽ അപ്പൊ അതിന് മിനിമം ആവുന്ന എപ്പോഴാണ്, മാക്സിമം ആവുന്ന എപ്പോഴാണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ മിനിമം ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സമയത്ത് അത് 0 ഡിഗ്രിയിലാണ് അതിന്റെ മിനിമം ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ മിനിമം ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ എപ്പോഴാണ് 0 ആവുന്നതാണ്. അതിന്റെ മാക്സിമം ടെമ്പറേച്ചർ എപ്പോഴാണ് കിട്ടുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ നമുക്കറിയാം ഈ വെള്ളം തിളയ്ക്കാന്ന് പറയുന്നത് വെള്ളം തിളയ്ക്കാന്ന് പറയുന്നത് എത്ര 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ. പിന്നെ വാട്ടറിന്റെ മിനിമം ടെമ്പറേച്ചർ നമ്മൾ പറയുമ്പോൾ നോർമൽ വാട്ടറിലാണെങ്കിൽ എത്ര 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അല്ലേ. ക്ലിയർ ആണല്ലോ. അത് ഐസ് ആവില്ല. നോർമൽ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ. അതായത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതേ ഈ ഡിഗ്രി സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഒരു സ്കെയിലാണ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയാം. അതുപോലെ തന്നെ വേറെ സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ എന്ന് പറയാം. ഈ ഡിഗ്രി സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിൽ എത്രയാണെന്ന് നോക്കാം. ഡിഗ്രി സ്കെയിൽ 0 ആകുന്ന സമയത്ത് ഈ ഫാരൻഹീറ്റ് സ്കെയിലിൽ എന്ത് ചെയ്യാം, മിനിമം ലോവർ വാല്യൂ, അതായത് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതാണ് ഫാരൻഹീറ്റ് സ്കെയിലിലെ ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രി ആണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയാം. ക്ലിയർ ആണല്ലോ. അതേമാതിരി തന്നെ ഫാരൻഹീറ്റ് ഡേയിലെ മാക്സിമം വാല്യൂ നമ്മൾ പറയുന്നതാണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ക്ലിയർ ആണല്ലോ. അതാണ് അതിന്റെ മാക്സിമം വാല്യൂ എടുക്കാൻ പറ്റുക. അപ്പൊ 2 സ്കെയിൽസ് ഉണ്ട് എന്ന് പറഞ്ഞു, 3 സ്കെയിൽസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ 2 സ്കെയിൽസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഗ്രാഫ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് വേഴ്സസ് ഫാരൻഹീറ്റ്. അപ്പം നമ്മളിവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ഡിഗ്രി സെൽഷ്യസിന്റെ അതുപോലെ തന്നെ ഫാരൻഹീറ്റിന്റെയും കൂടി ഒരു ഗ്രാഫ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ നിങ്ങൾ മനസ്സിൽ ഓർമ്മയില്ലേ, മിനിമം വാല്യൂ എപ്പോഴാണ്, മാക്സിമം വാല്യൂ എപ്പോഴാണെന്നുള്ളത്. ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഡിഗ്രി സെൽഷ്യസിന്റെ മിനിമം എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി, അതുപോലെ തന്നെ ഫാരൻഹീറ്റിന്റെ മിനിമം എന്ന് പറയുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് വാല്യൂന്റെ മാക്സിമം വാല്യൂ കിട്ടുന്ന എത്ര 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് തമ്മിലുള്ള സ്കെയിൽ വരയ്ക്കാം. അപ്പൊ എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ് ആക്സിസ് അല്ലെ. ഈ എക്സ് ആക്സിസിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ആണ്, ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ആണ് എക്സ് ആക്സിസിൽ. അപ്പൊ വൈ ആക്സിസിൽ എന്താണ്, ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇതാണ് എക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വൈ ആക്സിസിൽ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ആയിരിക്കും. എന്താണ്, ലീനിയർ ആയിരിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ, ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഈ ലീനിയർ ആയിരിക്കും. അപ്പൊ അതാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പം ഈ നമുക്കറിയാം എപ്പോഴും ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 0 ഡിഗ്രി ആണ് നമുക്ക് വാട്ടറിനെ പറയാൻ പറ്റുക. എന്താണ്, വാട്ടറിന്റെ 0 ഡിഗ്രിയാണ് മിനിമം. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ്, ഒരു മിനിറ്റ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ വാട്ടറിന്റെ പറയാം മാക്സിമം വാല്യൂ. അതുപോലെ തന്നെ നമ്മൾ ഫാരൻഹീറ്റ് സ്കെയിലിന്റെ മിനിമം വാല്യൂ 32 ആണ്. ഓക്കെ, മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ 212 ആണ്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ വയ്ക്കാം. അപ്പൊ അതിന്റെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ലീനിയർ ആയിരിക്കും ഉണ്ടാവുക. എന്താണ്, ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായത് ഈ 100 ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിന് ഈക്വൽ ആണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അതാണ് ഈ കാര്യങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇവിടെ ടി സി എന്ന് പറയുന്നത് അത് ടി എഫ് ഉണ്ട്. ടി സി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ. എന്താണ്, ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ.
TF എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചറാണ് TF. TC എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പം 0 ഡിഗ്രി ആണ് TC, അതായത് നമ്മൾ TC TF എന്ന് പറയുള്ളൂ. TC എന്നുള്ള 0 ഡിഗ്രി ആൻഡ് TF = 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അപ്പോൾ അതായത് രണ്ടും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് നമ്മൾ എന്താ പറയാ, അതിനാണ് നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണ് TC = 100 ഡിഗ്രി സെൽഷ്യസ്. TC എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ മാക്സിമം ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ 212 ഡിഗ്രി ആണ് അല്ലെ, ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അതിന് നമ്മൾ പറഞ്ഞത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഇതാണ് ഇപ്പൊ ഇതിൽ നമുക്ക് പറയേണ്ട കാര്യം, ഗ്രാഫിന്റെ ഷേപ്പ് എപ്പോഴും എന്ത് ചെയ്യാം, ലീനിയർ ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ ഗ്രാഫിനെ കുറിച്ചുള്ള ഫർദർ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത പേജിൽ പറയും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ടെമ്പറേച്ചർ ഇന്റർവെൽസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെ. ഇത് ടെമ്പറേച്ചർ ഇന്റർവെൽസ്. അപ്പൊ സപ്പോസ് നമ്മൾ ആ ഗ്രാഫ് വരച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഈ ഗ്രാഫ് നമ്മൾ അറിയാലോ, ദ ഡിഫറൻസ് ഇൻ സെൽഷ്യസ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡെൽറ്റ TC. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ സെൽഷ്യസ് സ്കെയിൽ ഇവിടെ പറഞ്ഞിട്ടില്ലേ. സെൽഷ്യസ് സ്കെയിൽ എങ്ങനെയാ, 0 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരാം അല്ലെ. ഇത് മിനിമം ആണ്, ഇത് മിനിമം വാല്യൂ, ഇത് മാക്സിമം ആണ് അല്ലെ വാല്യൂ ഡിഗ്രി സെൽഷ്യസ് സ്കെയില്. അങ്ങനെയാണെങ്കിൽ ഇത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നാണ് അല്ലെ. ഇവിടെ ഫൈനൽ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, മൈനസ് ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലെ. അങ്ങനെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതിനെന്താ പറയുക, ഡെൽറ്റ TC. ക്ലിയർ ആണല്ലോ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ അല്ലെ. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. ഓക്കെ, അതേമാതിരി നമ്മൾ എന്ത് ചെയ്യാം, ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാം. അപ്പൊ ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏത് മുതലാണ്, 32 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ. അങ്ങനെയാണ് അതിന് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡെൽറ്റ TF അല്ലേ പറയാം. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡെൽറ്റ TF എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 212 മൈനസ് 32. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 180 കിട്ടും അല്ലെ. 180 ഡിഗ്രി ഫാരൻഹീറ്റിന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗ്രാഫിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഡെൽറ്റ TC എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. 180 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ഇവിടെ കൊടുത്തില്ലേ, ഡെൽറ്റ TC = 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം കൂടി പറയാം. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലേ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആണെന്ന് പറഞ്ഞു അല്ലേ. ആ ഗ്രാഫിക്ക് പോകണം. ഗ്രാഫ് കണ്ടല്ലേ. ഈ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ലോപ്പ് കാണണം. അപ്പൊ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സ്ലോപ്പ് എങ്ങനെ കാണാനൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. സപ്പോസ് ഇങ്ങനെ ഒരു ലൈൻ ആണെങ്കിൽ അതിന് സ്ലോപ്പ് കാണാൻ നമുക്ക് അറിയാലോ. ഓക്കെ, ഇത് നമുക്ക് പറഞ്ഞിട്ടില്ലേ. അപ്പൊ സ്ലോപ്പ് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഈ ലൈൻ കിട്ടുക. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലേ. ഓക്കെ, അപ്പൊ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഇതൊരു ഗ്രാഫ് കണ്ടാൽ നമുക്കൊരു സ്റ്റേജ് ലൈൻ, ഈ ഗ്രാഫ് ഒരു സ്റ്റേജ് ലൈൻ ആണ്. അപ്പൊ ഇൻഡിക്കേറ്റ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും അതുപോലെ തന്നെ ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിൽ എന്ത് ചെയ്യുക, ഒരു ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ. ലീനിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഒന്ന് കൂടുമ്പോൾ എന്ത് ചെയ്യുക, അതും മറ്റേതും എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് കൂടും. അതായത് ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് കൂടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ്. കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലെ. ഇവിടെ TF ആണ്, അതുപോലെ തന്നെ TC ആണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇവിടെ y2 - 5 s2 - 5 അല്ലേ. ആ രീതി നമ്മൾ സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് എന്തിവിടെ പറ്റും, ഡെൽറ്റ TC = ഓക്കെ, നമ്മളിവിടെ ഡെൽറ്റ TF പറഞ്ഞിട്ടില്ലേ, ഡെൽറ്റ TF എന്ന് പറഞ്ഞത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് 180 ആണ്. അതുപോലെ ഡെൽറ്റ TC എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ ഡെൽറ്റ TF / ഡെൽറ്റ TC എന്ന് പറഞ്ഞാൽ 180/100 അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യാം, വെട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 9/5 കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇത് എക്സാമിന് ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏതാ ചോദിക്കുന്ന അറിയില്ലല്ലോ. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്.
ഇനി കൺവേർഷൻ ഓഫ് ഡിഫറെന്റ് സ്കെയിൽസിലെ ഡിഫറെന്റ് സ്കെയിൽസിന്റെ കൺവേർഷൻ ആണെന്ന് പഠിക്കേണ്ട കാര്യമാണ്. അത് ചിലപ്പോൾ 1-2 മാർക്ക് സാധാരണ ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പൊ അതിന്റെ ജനറൽ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഫോർമുല നമുക്ക് ആദ്യം പറഞ്ഞുതരാം. ഇതാണ് C/100. ഇതാണ് C/100 ഈസ് ഈക്വൽ ടു F-32/180 ഈക്വൽ ടു K-273/100. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കെ എന്താണ്, അതുപോലെ എഫ് എന്താണ് അല്ലെ. സി എന്ന് പറഞ്ഞാല് ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് സി എന്ന് പറഞ്ഞാല് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാല് ഫാരൻഹീറ്റ്, ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ ആണ്, ഫാരൻഹീറ്റ്. ഓക്കെ, അതുപോലെ തന്നെ കെ എന്ന് പറഞ്ഞാല് കെൽവിൻ ടെമ്പറേച്ചർ ആണ് അല്ലെ. ഇതിലൊക്കെ ടെമ്പറേച്ചർ ആണ്, ഇവിടെയൊക്കെ കെൽവിൻ ടെമ്പറേച്ചർ ആണ്, അതുപോലെ തന്നെ ഇതും ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്. ഇതാണ് അതിന്റെ ബേസിക് ജനറൽ ഇക്വേഷൻ എന്ന് പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിന്റെ ഇക്വേഷനിലേക്ക് പോകാം. ഇത് ജനറൽ ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ആൻസർ കിട്ടും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, എക്സാമിന് വളരെ കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. ആ കുറഞ്ഞ സമയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. ഓക്കെ, എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ട് വേറെ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ നമുക്ക് കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്കെയിൽസ് ഓഫ് കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിനെ എങ്ങനെ കെൽവിനാക്കി കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ഈക്വൽ ടു കെൽവിൻ. ഓക്കെ, അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ, അതായത് ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഡിഗ്രി സെൽഷ്യസ് ഇപ്പൊ ഇവിടെ ഇരുന്നുണ്ട്, ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ആദ്യം വേണ്ടത്. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഈ ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ ഒരു 273 കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കെൽവിൻ സ്കെയിലിൽ ടെമ്പറേച്ചർ കിട്ടും. ക്ലിയർ ആണല്ലോ. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിൽ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ ഒരു 273 കൂടി നമ്മൾ കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിന് നമുക്കൊരു വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മൾ പറയാം. ഓക്കെ, ഇപ്പൊ 25 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 25 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു കെൽവിനിലേക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ ഇക്വേഷനിലേക്ക് കൊടുക്കാമല്ലോ. ഇക്വേഷൻ എന്താണ്, ഇവിടെ പറഞ്ഞ ഇക്വേഷൻ എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 അല്ലേ, അതല്ല പറഞ്ഞ ഇക്വേഷൻ. അപ്പൊ അതിന് 0 ഡിഗ്രി സെൽഷ്യസ് എന്താ ഇവിടെ 20 ഡിഗ്രി, അതായത് ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി അല്ല, ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ 0 അല്ല, ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 270 കിട്ടാം. ഡിഗ്രി ഇവിടെ എത്ര, 25 ഡിഗ്രി അല്ലേ, ഡിഗ്രി അല്ലേ, പ്ലസ് 273. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടുക, അപ്പൊ നമുക്ക് ഏകദേശം 298 കിട്ടും. അപ്പൊ അത്രയും കെൽവിന് ആണല്ലോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനായിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ കെൽവിൻ എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യും, അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. കൺവേർഷൻ ഓഫ് കെൽവിൻ ടു ഡിഗ്രി സ്കെയിൽ. നേരത്തെ എന്താ പറയുക, ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ ആണ്. അതെങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നേരത്തെ കിട്ടിയ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ കിട്ടി അല്ലേ, ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 കെൽവിൻ. അപ്പൊ കെൽവിൻ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഡിഗ്രി സെൽഷ്യസ് അല്ലെ, കെൽവിൻ മൈനസ് 273 എന്നാൽ മതി. അപ്പൊ കെൽവിൻ മൈനസ് 273 കഴിഞ്ഞാൽ അപ്പൊ ഡിഗ്രി സ്കെയിലിലെ ടെമ്പറേച്ചർ കിട്ടും. അങ്ങനെയാണ് ഇതിൽ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാൻ എടുക്കുന്നത്, എക്സാമ്പിൾ ആയിട്ട് 300 കെൽവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താണ് 300 കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഈ കെന്റെ ഭാഗത്ത് 300 കൊടുത്തു കഴിഞ്ഞാൽ 300 മൈനസ് 273 ഈക്വൽ ടു എത്ര ഡിഗ്രി സെൽഷ്യസ്, 27 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, കൺവേർഷൻ ചെയ്യാം. എളുപ്പമല്ലേ, വളരെ എളുപ്പമല്ലേ, ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോകാണല്ലോ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് കൺവേർഷൻ ഓഫ് ഡിഗ്രി സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിനെ എന്ത് ചെയ്യുക, ഫാരൻഹീറ്റിലേക്ക് മാറ്റാം. അതെങ്ങനെ നോക്കാം. ഡിഗ്രി സെൽഷ്യസിനെ ഞാൻ എന്ത് ചെയ്യുക, ഫാരൻഹീറ്റിലേക്ക് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ആലോചിച്ച് കേട്ടോ. ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ആണല്ലോ. അപ്പൊ ഡിഗ്രി, അതായത് ഡിഗ്രി സെൽഷ്യസിനെ അതുപോലെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പൊ എങ്ങനെ മാറ്റാം, ഡിഗ്രി സെൽഷ്യസിനെ 9/5 കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ എന്ത് ചെയ്യാം, പ്ലസ് 32 കൊണ്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ചെയ്തോ അല്ലെ. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പം
നമ്മളിപ്പോൾ ഒരു 10°C എടുത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ 10°C ഞാൻ ഫാരൻഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം? അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഓക്കെ, ഇവിടെ നമ്മുടെ ഫോർമുല ഉണ്ടല്ലോ, ഫാരൻഹീറ്റ് ഹെയിൽ എന്ന് പറയുമ്പോൾ °C എത്ര? അവിടെ 10 അല്ലേ? ഓക്കെ, 10 × 9/5 + 32. ഓക്കെ, അപ്പോൾ എത്ര ആൻസർ കിട്ടുക? അപ്പം ഇവിടെ വെട്ടി പോവുകയാണെങ്കിൽ 10ഉം 5ഉം പോയില്ലേ, ഇവിടെ 2. ഇപ്പോൾ 2 × 9 18 + 32. 18 + 32 എന്ന് പറയുന്നത് 50° ഫാരൻഹീറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ വളരെ എളുപ്പമായിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എല്ലാവരും എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺവേർഷൻ ഓഫ് ഫാരൻഹീറ്റ് ടു °C. അപ്പോൾ നേരത്തെ കിട്ടിയ കേസിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഫാരൻഹീറ്റ് സ്കെയിലിന് °C സ്കെയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന്റെ ഫോർമുല °C എന്ന് പറയുന്നത് 5/9 × ഡിഗ്രി ഫാരൻഹീറ്റ് - 32. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഇട്ട് കൊടുത്താൽ എങ്ങനെ വരിക നോക്കാം. നമുക്ക് ഇവിടെ എഴുതാം, ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 86° ഫാരൻഹീറ്റിനെ ഞാൻ എന്തായിട്ട് ഡിഗ്രി എത്ര °C ആണെന്ന് പറയാൻ പറ്റണം. ഓക്കെ, 86° ഫാരൻഹീറ്റ് ആണ്. അപ്പം ഞാൻ ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം °C എന്ന് പറയുമ്പോൾ എത്ര °C ആയിരിക്കും? 5/9 × 5/9 × 86 - 32. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ എനിക്ക് ആൻസർ ഏകദേശം നമുക്കൊരു 30°C കിട്ടും. എന്താണ്? 30°C കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ കൺവേർഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഫാരൻഹീറ്റിനെ എന്ത് ചെയ്യുക, °C സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്കെയിൽ കൺവേർഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക, SI യൂണിറ്റ് എന്ന് പറയുക കെൽവിൻ അല്ലേ? ഓക്കെ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കെൽവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫാരൻഹീറ്റ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ എന്താ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, കെൽവിൻ സ്കെയിലിനെ ഫാരൻഹീറ്റ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിന്റെ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഫോർമുല നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അല്ലേ? ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ Kelvin × 9/5 - 459 - 67. ഇത് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കെൽവിൻ സ്കെയിലിലെ കാര്യങ്ങളൊക്കെ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, കെൽവിൻ സ്കെയിലിനെ ഫാരൻഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 86° ഫാരൻഹീറ്റ് ആണെന്ന് വിചാരിച്ചോ. സോറി, 86° കെൽവിൻ ആണ്. എന്ത് ചെയ്യുക, കെൽവിൻ ആണ്. ഈ കെൽവിനെ ഞാൻ എന്ത് ചെയ്യുക, ഫാരൻഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ആ ഫോർമുലയ്ക്ക് യൂസ് ചെയ്ത് ഫാരൻഹീറ്റ് കാണാൻ വേണ്ടിയിട്ട് കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താ, 86 × 9/5 - 459.67. ഓക്കെ, ഇത് ചെയ്താൽ എത്രയാണോ ആൻസർ കിട്ടുക, അതാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ കൺവേർഷന്റെ ആൻസർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫാരൻഹീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫാരൻഹീറ്റിന്റെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ 86° നമ്മൾ എടുക്കുക, 86 എടുക്കുക. 86° ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാം. കെൽവിൻ = 5/9 × ഇവിടെ 86 നമ്മൾ കൊടുക്കുക അല്ലേ? 86 കൊടുക്കുക. 86 + 459.67 ആഡ് ചെയ്യുക അല്ലേ? ഓക്കെ, ഇത് ചെയ്താലേ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആൻസർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സോൾവ് ചെയ്യാത്തത്. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വെക്കുക, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം സാധാരണ ചോദിക്കാറുണ്ട്. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം. നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോകാനോ.